ഇന്നലെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതൊരു പ്രൊഡക്റ്റ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പൊ അതിനുവേണ്ടി വന്നിരിക്കുകയാണ്. 90 ഗ്രാം നാരങ്ങ എടുത്തിട്ടുണ്ട്, 90 ഗ്രാം അടുത്ത ഓറഞ്ച് എടുത്തിട്ടുണ്ട്, 200 ഗ്രാം 100 ഗ്രാം ഗ്ലൂക്കോസ് പൊടി, നമ്മുടെ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, പാക്ക് ചെയ്യാനുള്ള കവർ എടുത്തിട്ടുണ്ട്. ഇതിനാണ് വലിച്ചപ്പെടുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പിന്നെ പറയുന്നതായിരിക്കും. അപ്പൊ നമ്മൾ പൊടിച്ചോണ്ട് വരാം. അടിപൊളി കളർ ഓറഞ്ച് നാരങ്ങ. അപ്പൊ നമ്മള് പൊടിച്ചെടുത്തോണ്ട് വരാൻ പോവാം. ഇത് നാരങ്ങയാണ്. ഒരു കളറൊന്നും ചേർന്നിട്ടില്ല. 200 ഗ്രാം പഞ്ചസാര കുറച്ച് 100 ഗ്രാമിനായി 2000 വെച്ചിട്ടുണ്ട്. 2 ഫ്ലേവറിലാക്കാൻ വേണ്ടിയിട്ടാണ്. പാൽപ്പൊടി 100 ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എത്ര ഉണ്ടെന്ന് നോക്കണ്ടേ. നമ്മളൊരു കുണ്ണത്താക്കൊണ്ട് വന്നിട്ടുണ്ട്. 57 ഗ്രാം ഉണ്ട്. ഇതിനകത്ത് 30 ഗ്രാം പഞ്ചസാര ഉണ്ട്. അതിലുണ്ട് ഒരു 30 ഗ്രാം പഞ്ചസാര. അത് 55 ഗ്രാം രണ്ടും ഉണ്ട് അല്ലേ. നമുക്ക് ഇതിലേക്ക് മിക്സ് ആക്കാം. 30 കൂടി ആകുന്നതാണ്. പാൽപ്പൊടി ഓരോ സ്പൂൺ പാൽപ്പൊടി പഞ്ചസാര ചേർക്കണം. നമ്മൾ ചേർത്തിരിക്കുന്നത് ഗ്ലൂക്കോസ് പൊടി 2 സ്പൂണ്, 1 സ്പൂണ് പാൽപ്പൊടി. അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് 2 സ്പൂണ് നമ്മുടെ പൊടി അങ്ങോട്ട് ചേർക്കാം. മിക്സ് ആക്കി ഇനിയിപ്പോ ഇതിനകത്തേക്ക് 100 ഗ്രാം പഞ്ചസാര കൂടി. അപ്പൊ ഇതിന് നമുക്കിനി പ്രൊഡക്റ്റ് ആക്കി ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് ചേർക്കുന്നത് സൂക്രോസ്, അതായത് പഞ്ചസാര, അത് നമ്മൾ ചേർത്ത് കഴിഞ്ഞു. രണ്ടാമത്തത് ഫ്രൂട്ട് ജ്യൂസ്, അത് പൊടിച്ചത്. അപ്പൊ അത് നമ്മൾ ചേർത്ത് കഴിഞ്ഞു. മൂന്നാമത്തത് ഇതിന്റെ എക്സ്ട്രാക്ട്, അതായത് ഇതിന്റെ കളറാണ് ചേർക്കുന്നത്. അത് പക്ഷെ നമ്മൾ ചേർത്തിട്ടില്ല. അതിന് നമ്മൾ നാച്ചുറൽ ആയിട്ട് കളർ കിട്ടും. പിന്നെ വേണ്ടത് ആസിഡിറ്റി റെഗുലേറ്റർ ആണ്. അതായത് നമ്മൾ ഇതിനകത്തുള്ള ആസിഡിറ്റി നിയന്ത്രിക്കുക. അതിന് ടാങ്ക് കമ്പനി അല്ലെ രസ്ന കമ്പനി ഉപയോഗിക്കുന്നത് സിട്രിക് ആസിഡ് ആണ്. ഇതിനകത്ത് അസിഡിറ്റി ഉണ്ടോ, അസിഡിറ്റി കൂടുതലുണ്ടായത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അസിഡിറ്റി വരാതിരിക്കാനും, അതുപോലെ തന്നെ ഇത് പാക്ക് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ മോശമാകാതിരിക്കാനും വേണ്ടി ചേർക്കുന്നതാണ് അസിഡിറ്റി റെഗുലേറ്റർ. അപ്പൊ അതിന് നാച്ചുറൽ ആയിട്ട് ഒരു അസിഡിറ്റി റെഗുലേറ്റർ ആണ് നമ്മുടെ മല്ലിയില. ഉണക്കി പൊടിച്ചിരിക്കുന്നതാണ്. നല്ല പാത്രത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള അസിഡിറ്റി റെഗുലേറ്ററിൽ 2 എണ്ണമാണ്. ഒന്നുകിൽ അയമോദം ചേർക്കാം, അതല്ലെങ്കിൽ പറ്റിയ ഏറ്റവും നമ്മൾ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കറി വെക്കുമ്പോഴൊക്കെ ഒരു 2 നുള്ള് മല്ലിച്ചപ്പെട്ട് കഴിഞ്ഞാൽ ഗുണം ഇതാണ്. നമ്മൾ നിങ്ങളെ ശ്രദ്ധിച്ച് നിങ്ങളെ ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം, കഴിച്ചാൽ അസിഡിറ്റി നല്ലപോലെ കുളിച്ചത് കിട്ടുന്നത്. അപ്പൊ ഇത് മോശമാകാതിരിക്കാൻ വേണ്ടി ചേർക്കുന്ന മെയിനായിട്ട് ഇപ്പൊ നമ്മൾ ചേർക്കുന്ന സാധനമാണ്. അത് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ അധികം ചേർക്കുന്നില്ല, ഒരു ഫ്ലേവർ കിട്ടും. ഇതിനൊരു കൊഴുപ്പ് കിട്ടുന്നതിന് ചെറിയൊരു കട്ടിയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇതൊന്നും ചേർത്തില്ല. അതിനുവേണ്ടി ചേർക്കാൻ കഴിയുന്നത് രസ്ന അതിന്റെ ടായൊക്കെ ചേർക്കുന്നത് ജം അറബിക് എന്ന് പറയുന്ന ഒരു അറബിക് എന്ന് പറയുന്ന ഒരു ചെടിയുടെ അതിൽ നിന്നുണ്ടാകുന്ന ഒരു പശയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചേർത്തിട്ടില്ല. അതിന് പകരമായിട്ട് നമുക്ക് തേൻ ചേർത്താൽ അതിന്, അതായത് ചെറിയൊരു കൊഴുപ്പ് കിട്ടുന്നതിന് തേൻ ചേർത്തതാണ്. അപ്പൊ നമുക്ക് പാക്ക് ചെയ്യാം. നമ്മള് തൂക്കി വെച്ചിട്ടുണ്ട്. 3 കൂടൊന്നും കിട്ടിയ അല്ലേ, പിടിക്കാൻ പോവാണ്. ഇത് നമുക്ക് ബാക്കി 2 അത് നമ്മൾ 150 ഗ്രാമിന്റെ കുപ്പികളാക്കുക. നമ്മളൊരു നല്ലൊരു ലേബലിംഗ് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് തീർന്നു കഴിഞ്ഞാലും ആ ലേബിൾ മാറുന്നില്ല, അതേ സ്ഥലത്ത് പ്രൊഡക്റ്റ് തീർന്നു കഴിഞ്ഞാലും നമ്മളെ മാറും. അപ്പൊ നമ്മളൊരു താഴെ ഇതുപോലെ കണ്ടെയ്നറുകളിൽ കൊടുക്കാം. ഈ പാക്കറ്റിനേക്കാളും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് കണ്ടെയ്നറിന് കൊടുക്കാം. അപ്പൊ നമുക്കൊന്ന് പരീക്ഷ ആകാം. കളർ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കളർ ചേർക്കാം, പക്ഷെ നമ്മളിത് ചേർക്കാത്തതാണ്. ഇതുപോലെ വീഡിയോകളുമായിട്ട് നമ്മൾ ഇനി നമ്മളെ ഡീഹൈഡ്രേറ്റ് ഉപയോഗിച്ച ഒരുപാട് ബിസിനസ് അവസരങ്ങളുണ്ട്. അപ്പൊ ഓരോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.